പയ്യന്നൂർ എം.എൽ.എ. ടി.ഐ. മധുസൂദനെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി. കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയേക്കും. ഇന്ന് ചേരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കും. അതേസമയം ടി.ഐ. മധുസൂദൻ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ച CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഫെലിക്സ് ഉണ്ട് കണ്ണൂരിൽ നിന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു ഞായറാഴ്ചയും ആദ്യം തന്നെ ആശംസിക്കുന്നു. ഫെലിക്സ്, ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കും, ഇന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി എടുക്കുക എന്നത് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റിവെച്ചാൽ, പാർട്ടിയിൽ ഇതുപോലെ പലതും സംഭവിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നവർക്കെതിരെ പാർട്ടി ഒന്ന് അന്വേഷിക്കട്ടെ, പാർട്ടി കോടതിയിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറയാറുണ്ട്. കുഞ്ഞികൃഷ്ണന് അതും സാധ്യമല്ലേ? ഈ കോർട്ട് മാർഷൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നടപടിയാണല്ലോ ഉണ്ടാവാൻ പോകുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ ഫെലിക്സ്? ഗുഡ് മോർണിംഗ് മോക്തി. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുക, പാർട്ടി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ അങ്ങനെ വെച്ചു പുലർത്താൻ കഴിയില്ല. അത് തന്നെയാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന അദ്ദേഹം നൽകുകയും ചെയ്തു. ഇതിപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വി. കുഞ്ഞികൃഷ്ണനെ പോലെ ജില്ലാ കമ്മിറ്റി അംഗം ഉന്നയിക്കുന്നത് പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദൻ അടക്കമുള്ളവർക്കെതിരെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പ്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ്, ഒപ്പം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തട്ടിപ്പ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ പാർട്ടി ഇപ്പോൾ എടുത്തൊരു നിലപാട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മീഷനെ നിയോഗിച്ചു, ആ കമ്മീഷനെ അന്വേഷിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് കുഞ്ഞികൃഷ്ണൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ആ അന്വേഷണ റിപ്പോർട്ട് ഒരു തരത്തിലുള്ള ഫണ്ടും തട്ടിപ്പും നടന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തി. പിന്നീട് ഇപ്പോൾ ഇദ്ദേഹം ഈ തുറന്നു പറയുന്നത് അത് എതിരാളികൾക്ക് ഒരു ആയുധം ഇട്ട് കൊടുക്കുകയാണ് എന്നതാണ് CPM പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ നേതാവായാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPM. പക്ഷേ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി നിൽക്കുന്നു, അതിലേതായാലും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ തനിക്കെതിരെ എന്ത് നടപടിയെടുത്താലും താനത് അംഗീകരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ പുറത്തു പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിലും ഉണ്ടാകും. CPM-നെ സംബന്ധിച്ചിടത്തോളം ആ പുസ്തകം കൂടി പുറത്തു വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. നിലവിലെ സാഹചര്യത്തിൽ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-ക്കാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പയ്യന്നൂർ മേഖല എന്നത് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അവിടെ നിന്നുമാണ് ഒരു നേതാവ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ പുറത്താക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പാർട്ടിക്കറിയാം. പയ്യന്നൂരിൽ ഇന്നലെ വലിയ സംഘർഷമാണ് നടന്നത്, നമ്മൾ കണ്ടതാണ്. അതായത് ടി.ഐ. മധുസൂദൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ഈ ഫണ്ട് തിരിമറിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് BJP-യുമാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടെയാണ് CPM പ്രവർത്തകർ അവിടേക്ക് എത്തുകയും വലിയ അക്രമം ഉണ്ടാവുകയും നിരവധി പേർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. അതിലിപ്പോൾ ഏതായാലും പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സന്തോഷും ഒപ്പം തന്നെ പയ്യന്നൂരിലെ നഗരസഭാ ചെയർപേഴ്സൺ സരൺ ശശി അടക്കം 25 CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസും BJP-യും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നടപടിയോട്, അതായത് പുറത്താക്കൽ നടപടി തന്നെ ഉറപ്പാണ്, ആ നടപടി അംഗീകരിക്കും. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത്.